കഴിഞ്ഞ 10 വർഷ കാലയളവിൽ രാജ്യതലസ്ഥാനമായ ഡൽഹി ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കാണ് നാം എല്ലാവരും സാക്ഷിയാകുന്നത്. 10,000-കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ രാജ്യതലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ ഈ ഒരു സമരവും പ്രതിഷേധങ്ങളുമൊക്കെ ഇന്ത്യ രാജ്യത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന് പുറമെ അന്താരാഷ്ട്ര തലത്തിൽ വരെ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. അൽ ജസീറ അടക്കമുള്ള ഒരുപാട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. മറ്റു വിദേശ രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു പ്രതിഷേധത്തെ അനുകൂലിച്ചുകൊണ്ട് അവരും അവരുടേതായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ വലിയ രീതിയിൽ ഇന്ത്യയിലെ വിദ്യാർത്ഥി സംഘടനകളുടെ ഈ ഒരു പ്രതിഷേധം ലോകത്തിന്റെ കണ്ണു തുറപ്പിച്ചു എന്ന് നിസ്സംശയം പറയാം. നോക്കൂ, ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നു എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. 2021 മുതൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുറഞ്ഞത് 93 വിദ്യാർത്ഥികളെങ്കിലും ആത്മഹത്യകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയിലെ പ്രമുഖ മാധ്യമമായിട്ടുള്ള ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത്. നോക്കി, ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾ പരീക്ഷയിൽ നല്ല വിജയം കൈവരിക്കാൻ, നല്ല മാർക്ക് വാങ്ങാൻ ഊണും ഉറക്കവും അഴിച്ച് അവർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവരുടെ മാതാപിതാക്കൾ അവരെത്രമാത്രം കഷ്ടപ്പെട്ടായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക. ആ മക്കളിൽ, ആ മാതാപിതാക്കൾ എത്രമാത്രം പ്രതീക്ഷകൾ വെച്ചിട്ടുണ്ടാവും. തങ്ങളുടെ പ്രതീക്ഷയായി ഇത്രയും വർഷക്കാലം കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ മക്കൾ ജീവനറ്റ് ശരീരമായി തങ്ങളുടെ മുന്നിൽ കിടക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. നിരന്തരമായി ഉണ്ടായ പരീക്ഷയിലെ ക്രമക്കേടുകൾ, ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ തീയതികൾ പെട്ടെന്ന് റദ്ദാക്കുകയോ അല്ലെങ്കിൽ മാറ്റിവെക്കുകയോ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയ വലിയ മാനസിക സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് പല വിദ്യാർത്ഥികളും ആത്മഹത്യ ചെയ്തത്. നീറ്റ് പരീക്ഷ നടത്തുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. ആ NTA മേൽനോട്ട ചുമതല വിദ്യാഭ്യാസ മന്ത്രാലയത്തിനായതിനാൽ ഇതിലുണ്ടാകുന്ന വീഴ്ചകളുടെ എല്ലാ ഉത്തരവാദിത്വവും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെയാണ്. നോക്കൂ, ഒന്നും രണ്ടുമല്ല, ഒരുപാട് വിമർശനങ്ങളും അഴിമതികളും ആരോപണങ്ങളുമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാനെതിരെ നിരന്തരമായി ഉയർന്നു വന്നുകൊണ്ടിരുന്നത്. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ മുൻകൂട്ടി ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിറ്റു എന്നുള്ള അഴിമതി, UGC NET, അതോടൊപ്പം CSIR NET പരീക്ഷാ റദ്ദാക്കലുകൾ, NTA പ്രവർത്തനങ്ങളിലെ അഴിമതിയും സുതാര്യതയില്ലായ്മയും, PM ശ്രീ ഫണ്ട് തടഞ്ഞുവെക്കലിലെ രാഷ്ട്രീയ അഴിമതി ആരോപണം, ഇങ്ങനെ പോകുന്നു അഴിമതികളുടെയും പരീക്ഷാ ക്രമക്കേടുകളുടെയും ഒക്കെ നീണ്ട നിര. ഇതെല്ലാം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ കീഴിലുള്ള കാര്യങ്ങളാണ്. നോക്കൂ, ഒരു കാര്യം നേരെ ചൊവ്വെ നടത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് അത് വിട്ടൊഴിഞ്ഞു പോവുകയാണ് ചെയ്യേണ്ടത്. അത്യാവശ്യം വിവരവും ബോധവുമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കൈകളിലേക്ക് അത് ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇത് രാജ്യത്തെ വിദ്യാർത്ഥികളുടെ വിഷയത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഉത്തരവാദിയായിട്ടുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നുള്ള ആ വിദ്യാർത്ഥി സംഘടന നടത്തുന്ന ആ ഒരു പ്രതിഷേധത്തെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. ഇവിടെ ഭരണകൂടത്തിന്റെ വീഴ്ചകളെക്കുറിച്ചും അവരുടെ തെറ്റുകളെക്കുറിച്ചും ചൂണ്ടിക്കാണിക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും പ്രതിഷേധിക്കാനുമുള്ള പൂർണ്ണമായ അവകാശമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. പക്ഷെ അത്തരത്തിൽ പ്രതിഷേധിക്കുന്നവരെ തല്ലിച്ചതച്ച് അവരെ നിശബ്ദമാക്കി മാറ്റുന്ന ഒരു പ്രവണത ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്തിന് പറ്റിയ ഒരു കാര്യമല്ല. നോക്കി, ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അവിടെ ആ പ്രതിഷേധത്തിന് എത്തിയ ആ വിദ്യാർത്ഥികൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഡൽഹി പോലീസ് അഴിച്ചുവിട്ടത്. ക്രൂരമായ ലാത്തി ചാർജും കണ്ണീർവാതകവും ഒക്കെ പ്രയോഗിച്ചു. നമുക്കറിയാം, ഈ പ്രതിഷേധിക്കുന്നവർക്കെതിരെ, സമരം നടത്തുന്നവർക്കെതിരെയൊക്കെ പോലീസുകാർ ലാത്തി ചാർജ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു ലാത്തി ചാർജ് ആ ഒരു തരത്തിലായിരുന്നില്ല. മൃഗീയമായിട്ടുള്ള ഒരു ലാത്തി ചാർജ് ആയിരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികളെയൊക്കെ അത് ക്രൂരമായി കൂട്ടം കൂടി ചേർന്നുകൊണ്ട് തല്ലുക, അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ലാത്തിക്കമ്പ് കൊണ്ട് കുത്തുക, സ്ത്രീകളുടെ ശരീരത്തിൽ വളരെയധികം മോശമായ രീതിയിൽ സ്പർശിക്കുക, അങ്ങനെ തുടങ്ങിയ നിരന്തരമായ ഒരുപാട് പരാതികളും വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ ഓരോന്നായി ഇതിൻ്റെ ഭാഗമായി പുറത്തു വരുന്നുണ്ട്. എന്തൊരു മോശമായ ഒരു പ്രവർത്തനമാണിത്. അത് മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തി ചാർജ് നടത്തിയ പല പോലീസുകാർക്കും നെയിം ബോർഡില്ല എന്നും ഗുണ്ടകളെ ഇറക്കിയാണ് തല്ലിയത് നടക്കമുള്ള ഒരുപാട് പരാതികൾ ഇതിന്റെ ഭാഗമായി ഈ പ്രതിഷേധത്തിനെത്തിയ വിദ്യാർത്ഥികളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുമാത്രമല്ല, വിദ്യാർത്ഥി സംഘടനകളുടെ ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് സമരത്തിലേക്ക് പങ്കെടുത്ത ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും മറ്റ് MP-മാരെയും ഒക്കെ വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയും നമ്മളെല്ലാവരും കണ്ടു. രാഹുൽ ഗാന്ധിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ മൂക്കിന് പരിക്കുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. നോക്കൊരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെയാണ് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു രാജ്യത്ത് ഒരു ഭരണപക്ഷവും ഒരു പ്രതിപക്ഷവും ഉണ്ടാകുമ്പോഴാണ് അവിടെ ജനാധിപത്യം പൂർണ്ണമാകുന്നത്. ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ശബ്ദം എന്നുള്ളത് ആ രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദമാണ്. ഭരണം നടത്തുന്നവരുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് ശബ്ദമുയർത്തുക എന്നുള്ളതാണ് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കർത്തവ്യമെന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് പ്രതിപക്ഷം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു ജനാധിപത്യ രാജ്യമല്ല, നേരെ മറിച്ച് ഒരു ആധിപത്യമുള്ള ഒരു രാജ്യമായി മാറും. തങ്ങൾ മാത്രമാണ് പറഞ്ഞത് ശരിയെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പിന്നീട് കടന്നു പോകും. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ ഒരു പ്രതിഷേധത്തെ ഭരണകൂടം അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴും
അത് 10 മടങ്ങ് ശക്തിയായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാകാൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. സമരത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. സാമൂഹിക, രാഷ്ട്രീയ, സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരുപാട് ആളുകളുടെ പിന്തുണ സമരത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അവിടെ സമരത്തിൽ പങ്കെടുത്ത ആ വിദ്യാർത്ഥികൾക്ക് കഴിക്കാൻ വേണ്ടി സൊമാറ്റോ വഴിയും സ്വിഗ്ഗി വഴിയുമൊക്കെ ആളുകൾ ഇങ്ങനെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ്. ഇതിൽ നിന്നും ഇന്ത്യയിലെ ജനങ്ങൾ എത്രത്തോളം ആ സമരത്തെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇതോടൊപ്പം ഇതിൻ്റെ ഭാഗമായി ഒരു കാര്യം കൂടി പ്രത്യേകം പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ഈ ഒരു പ്രതിഷേധത്തിൻ്റെ സമയത്ത് പലയിടങ്ങളിൽ പോലീസുകാരെ ആക്രമിക്കുന്ന, പോലീസ് വാഹനങ്ങൾ തല്ലി തകർക്കുന്ന അക്രമാസക്തമായിട്ടുള്ള ഒരുപാട് ദൃശ്യങ്ങളൊക്കെ കാണാനിടയായി. നോക്കൂ, നമ്മളൊരു കാര്യം പറയുമ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു വെക്കേണ്ടതുണ്ട്. പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. പക്ഷേ ആ പ്രതിഷേധങ്ങളും സമരങ്ങളുമൊക്കെ സമാധാനപരമായ രീതിയിലായിരിക്കണം. അല്ലാതെ അക്രമാസക്തമായി കൊണ്ട് നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധവും ഒരു സമരങ്ങളും അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അത് രാജ്യത്തെ കൊണ്ടെത്തിക്കുന്നത് വലിയ രീതിയിലുള്ള അപകടത്തിലേക്കാണ്. സമാധാനപരമായ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ആ വിദ്യാർത്ഥി സംഘടനകൾ ആദ്യമേ പറഞ്ഞു വെക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഈ ആക്രമണ സംഭവങ്ങൾ അവിടെ നിന്നും ഉണ്ടാകുന്നത് ഈ ഒരു പ്രതിഷേധത്തെ അല്ലെങ്കിൽ ആ ഒരു സമരത്തെ തകർക്കാൻ വേണ്ടി ചില ബാഹ്യശക്തികൾ ആ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു തീപ്പൊരി കിട്ടിയാൽ മതി, അതിനെ കത്തിച്ച് വലിയൊരു തീഗോളമാക്കി മാറ്റാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. മറ്റൊന്ന്, ലാത്തി ചാർജ് എന്ന പേരിൽ ഡൽഹി പോലീസ് നടത്തുന്ന ആ മോശമായ പ്രവർത്തനങ്ങൾ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. രണ്ടു ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പ്രതിഷേധം അത് വലിയ രീതിയിൽ അപകടത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക. നമുക്കറിയാം, നമ്മുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശിലും നേപ്പാളിലും ഉണ്ടായ ജൻസി പ്രൊട്ടസ്റ്റുകളും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമെല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു രീതിയിലേക്കൊരു പ്രതിഷേധം മാറരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഒരിക്കലും നല്ലൊരു കാര്യമല്ല. അതുകൊണ്ട് സമാധാനപരമായ ചർച്ചയിലൂടെ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. തൻ്റെ ഭാഗത്താണ് തെറ്റിയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാന് വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ രാജിവെച്ച് പുറത്തു പോവുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കും. അതിനും അയാൾ തയ്യാറാകുന്നില്ല. രാജ്യത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചത് യുവാക്കളുടെ ഭാവിയാണ് ഏറ്റവും പ്രധാനമെന്നുള്ളതാണ്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് എത്രയും വേഗം കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ്. എന്നാൽ അതിനപ്പുറം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയോട് രാജി ആവശ്യപ്പെടാൻ ഇതുവരെയും നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ പാർലമെന്റിൽ പോലും നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വിദ്യാർത്ഥികളുടെ ഈ ഒരു പ്രതിഷേധം അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതോടൊപ്പം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ഒരു സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് എന്തോ തീവ്രവാദ ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വാർത്തകൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് പറയുന്ന സംഘികളുടെ സ്ഥിരം പ്രവണതയാണ്. തങ്ങൾക്കെതിരെ ആരെങ്കിലും ഒക്കെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരുടെ കണ്ണിൽ അവർ തീവ്രവാദികളാണ്. പണ്ടൊക്കെ മുസ്ലിമീങ്ങൾ മാത്രമായിരുന്നു ഇവന്മാരുടെ കണ്ണിൽ തീവ്രവാദികൾ. ഇപ്പോൾ അതൊക്കെ പോയി. ആ ചോദ്യം ചോദിക്കുന്നവൻ ആരായിരുന്നാലും, അവൻ മുസ്ലിം ആയിരുന്നാലും ഹിന്ദു ആയിരുന്നാലും ക്രിസ്ത്യാനി ആയിരുന്നാലും ഇവന്മാരുടെ കണ്ണിൽ അവർ തീവ്രവാദികളാണ്. എന്താ അല്ലേ? ഇവന്മാർ മാത്രം രാജ്യസ്നേഹികൾ, ബാക്കിയുള്ളവരാരും രാജ്യസ്നേഹികളല്ല. ഇവന്മാരോട് നമ്മുടെ രാജ്യത്തിൻ്റെ രഹസ്യവിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തിക്കൊടുത്ത സംഘികളെക്കുറിച്ചൊന്ന് ചോദിച്ചു നോക്കൂ. ഇവന്മാർ ഒരു അക്ഷരം വേണ്ടില്ല. ഏതായാലും സമാധാനപരമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലൂടെ, സമാധാനപരമായ രീതിയിലുള്ള ചർച്ചകളിലൂടെ എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കട്ടെ. വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടതുണ്ട്. അതിന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക തന്നെ വേണം. കാരണം ഇതിനെല്ലാം ഉത്തരവാദി അയാൾ മാത്രമാണ്.